മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പഠനത്തിനായി നമുക്കിന്ന് നൽകിയിരിക്കുന്നത്. മനോഹരമായ 3 സാദൃശ്യങ്ങളിലൂടെ അർത്ഥവത്തായ ചില ആത്മീയ ദർശനങ്ങൾ യേശു നമ്മളെ പഠിപ്പിക്കുന്നു. അതിലാദ്യത്തേത്, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത്, മറിച്ച് സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാൻ കഴിയണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കുന്നില്ല, എന്നാൽ ഭൂമിയിൽ അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയും കള്ളന്മാർ കവർച്ച ചെയ്യുകയും ചെയ്തേക്കാം. യേശുവിൻ്റെ കാലത്ത് പണം സൂക്ഷിച്ചിരുന്നത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് ചിലർ സൂക്ഷിച്ചിരുന്നു. അതുപോലെ ശവസംസ്കാരത്തിന് അവരുടെ സ്വത്ത്, സ്വർണ്ണാഭരണങ്ങൾ, പണം എന്നിവയെല്ലാം ശവപ്പെട്ടിയോടൊപ്പം ഭൂമിയിൽ അടക്കം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ സമ്പത്ത് ചിതലും പുഴുവും നശിപ്പിക്കും, ചിലപ്പോൾ കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിലെ നിയമം അനുസരിച്ച് സഭയുടെ സ്വത്തുക്കൾ ഉറപ്പുള്ള ബാങ്കിൽ നിക്ഷേപിക്കണമെന്നാണ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന നിർദ്ദേശം. അപ്പോൾ യേശു പറയുന്നു ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുതെന്ന്. സഭ പറയുന്നു ഭൂമിയിൽ ഉറപ്പുള്ള ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന്. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ വ്യത്യസ്തമാണോ? തീർച്ചയായിട്ടും ഇത് രണ്ടും ഒരേ കാര്യങ്ങളിൽ തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് എങ്ങനെയാണ് പണം സൂക്ഷിച്ചു വെച്ചിരുന്നതും എങ്ങനെയാണ് നശിച്ചു പോയിരുന്നതെന്നും യേശു പഠിപ്പിക്കുന്നു. ഇന്ന് സഭയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുത്. മാത്രമല്ല, നമ്മൾ സ്ഥിരമായി അത് ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് നമ്മുടെ വ്യത്യസ്തങ്ങളായ ഉപപ്രവർത്തനങ്ങൾക്കായി അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ക്രെഡിറ്റ് കൂടും. നമ്മൾ നമ്മുടെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ഒരു പാവപ്പെട്ട രോഗിയെ സഹായിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പെർഫോമൻസിനനുസരിച്ച് ക്രെഡിറ്റ് വർദ്ധിക്കുന്നത് പോലെ സ്വർഗത്തിൽ നമുക്കുള്ള നിക്ഷേപം, സ്വർഗത്തിൽ നമുക്കുള്ള ക്രെഡിറ്റ് തീർച്ചയായിട്ടും വർദ്ധിക്കും എന്നാണ് യേശു പറയുന്നത്. അതുപോലെ തന്നെ യേശു പറയുന്നു, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. പണ്ട് കാലങ്ങളിലുള്ള മനുഷ്യർ വിചാരിച്ചിരുന്നത് കണ്ണിൽ നിന്നുള്ള പ്രകാശം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയിരുന്നത് എന്നാണ്, സൂര്യപ്രകാശം കൊണ്ടല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഏതായാലും നല്ല ആന്തരിക ദർശനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ണ് ദുഷിച്ചതാകരുത്, നമ്മൾ ദോഷൈക ദൃക്കുകളാകരുത്. നമുക്ക് നല്ല ആത്മീയ ദർശനങ്ങൾ ഉണ്ടാകണം. അൺഡിവൈഡഡ് ആയിട്ടുള്ള ക്രിസ്തീയ ആധ്യാത്മികത നമുക്കുണ്ടാവണം. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവനെയും അത് ദുഷിപ്പിക്കും. നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം അത് ദുഷിപ്പിക്കും, മറ്റുള്ളവരെയും അത് ദുഷിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് സുതാര്യമായ നല്ല ക്രൈസ്തവ ദർശനം ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ ചുറ്റുപാടിൽ പലരും ഒരേ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത നിലപാടുകളാണ് ക്രൈസ്തവ സഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്ധകാരം എത്രയോ വലുതാണ്. പുരോഹിതന്മാരും മെത്രാന്മാരും പോലും ചില കാര്യങ്ങളിൽ ഒരേ ദർശനമുള്ളവരല്ല, വ്യത്യസ്തമായ ദർശനങ്ങളാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാം ഉപരിയായി എല്ലാത്തിൻ്റെയും സാരസംഗ്രഹം ക്രിസ്തുവിൽ ഉള്ള വിശ്വാസവും സ്നേഹദർശനവുമാണെന്ന് മനസ്സിലാക്കി ആ ഒരു ഐക്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളെയും നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് ഉപകരിക്കുന്നതാവണം. അതായിരിക്കട്ടെ നമ്മുടെ ദർശനം.
അവസാനമായി യേശു പറയാണ്, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതായാലും ഒരു സ്ഥാപനത്തിലും തുല്യ പ്രാധാന്യമുള്ള 2 മാനേജർമാർ ഉണ്ടാവില്ല. ഒരാളായിരിക്കും ഹെഡ്, ബാക്കിയുള്ളവർ അതിന് താഴെയായിരിക്കും. അപ്പോൾ പിന്നെ സബോർഡിനേറ്റ്സിന് അനുസരണത്തിൻ്റെ വിഷയം ആരെ കൂടുതൽ അനുസരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം തർക്കം ഉണ്ടാകുന്നില്ല. എന്നാൽ എന്നതുപോലെ തന്നെ സുവിശേഷത്തിൽ എന്താണ് യേശു പറയുന്നത്? ഇവിടെ നന്മയും തിന്മയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഒരേ സമയം തന്നെ നന്മയെയും തിന്മയെയും സേവിക്കുവാൻ സാധിക്കുകയില്ല. 2 വള്ളത്തിൽ കാല് വയ്ക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഇവിടെ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. മാമോന എന്ന വാക്കിൻ്റെ അർത്ഥം പണം എന്നാണ്. എന്തുകൊണ്ടാണ് പണത്തിന് ഇങ്ങനെ മോശമായ ഒരു കളർ യേശു കൊടുക്കുന്നത്? പണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പണം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനത്തിൻ്റെ പ്രതിഫലമായിട്ടാണ്. അത് ഉണ്ടാക്കണമെന്ന് തന്നെയാണ് യേശു പറയുന്നത്. പലിശയ്ക്ക് കൊടുത്തെങ്കിലും നിനക്ക് ആ പണം വർദ്ധിപ്പിക്കാമായിരുന്നല്ലോ എന്ന് താലന്തിൻ്റെ ഉപമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു പറയുന്നുണ്ട്, നിന്റെ സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് ദാനം ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഒരിക്കലും സമ്പത്ത് അല്ലെങ്കിൽ പണം ഒരു മോശമായ കാര്യമാണെന്ന് യേശു പഠിപ്പിക്കുന്നില്ല. അത് നമ്മുടെ മൂല്യത്തിൻ്റെ, നമ്മുടെ കഴിവിൻ്റെ ഒരു വലിയ അടയാളമാണ്. എന്നാൽ പണത്തോടുള്ള അത്യാർത്തി ക്രിസ്തീയ മൂല്യങ്ങളെക്കാൾ ഉപരി പൈസ ഉണ്ടാക്കാനുള്ള താല്പര്യം, ക്രിസ്തീയ മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ട് പണം സമ്പാദിക്കുവാനുള്ള ത്വര, അത് അപകടകരമാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൽ വിശ്വസിക്കുകയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് യേശു പറയുന്നത്. ഈ അടുത്ത നാളുകളിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ ഇതിനെല്ലാം തെളിവ് നൽകുന്ന കാര്യമാണ്. പണത്തോടുള്ള അത്യാർത്തി മൂലമാണ് കൊച്ചുകുട്ടികൾ പോലും വല്യപ്പനെ കൊല്ലുവാനിടയായതെന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നു. അതുപോലെ നമ്മുടെ ഇടുക്കിയിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും എല്ലാം നടക്കുന്ന പല അനാശാസ്യ കൊലപാതക പ്രവർത്തികളുടെയും പിന്നിൽ പണത്തോടുള്ള അത്യാർത്തിയാണ്. ഏതായാലും ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ സാധാരണ ജീവിതവും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാവരുത് നമ്മൾ. നമുക്ക് 2 മുഖം ഉണ്ടാവരുത്. പ്രാർത്ഥനയുടെ നിയമം തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നിയമം. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ദർശനം. ആ ദർശനത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് നേരായ വഴിയിലൂടെ ആയിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. താങ്ക് യു.